ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ കുറേ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ടൈമിലെടുത്ത് വെച്ച വീഡിയോ ആട്ടോ. ഓണത്തിന് 2 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് കുളിച്ച് സെറ്റായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ തലേ ദിവസത്തെ പൂക്കളം നമ്മൾ ക്ലീൻ ആക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിത്തുകൾ നമ്മൾ ഓൾറെഡി ചെടികളുടെ ചോട്ടിൽ തന്നെ കൊണ്ട് പാകുവാണ്. അപ്പോൾ അത് അവിടെ കിടന്നങ്ങനെ കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എന്ന് ഓർത്തിട്ട് നോർമലി നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തേക്ക് പൂ ഇടാൻ വേണ്ടിയിട്ട് അമ്മ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പൂക്കളും കൂടി ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് അല്ലറ ചില്ലറ പൂക്കളും ഉണ്ട്. അപ്പോൾ അത് രണ്ടും തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പൂവൊക്കെ നമ്മൾ കിള്ളി സെറ്റാക്കുവാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മയും നീനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 പേരും കൂടി ഈ പൂക്കളെല്ലാം കിള്ളി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിൻ്റെ ടൈമിൽ പൂക്കളിടാനുള്ള ഡ്യൂട്ടി എനിക്കാണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ടിട്ട് ഇത്രയും ദിവസം അമ്മയും നീനും കൂടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്ന ടൈമിൽ ഞാൻ ആ ഡ്യൂട്ടി അങ്ങോട്ട് ഏറ്റെടുത്ത്. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ചെറിയൊരു പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കഴിയാറായ ഒരു സമയത്ത് ചെറിയൊരു മഴ വന്നു ഗൈസ്. പിന്നെ നനയാതിരിക്കാനായിട്ട് നമ്മൾ കുടയെടുത്ത് വെക്കേണ്ട അവസ്ഥയായി. അങ്ങനെ നമ്മളിത് പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ പരിപാടി സെറ്റാക്കാൻ പോകണം. അപ്പോൾ കുറച്ച് റൈസ് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കക്കാർച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തിട്ട് കക്കാർച്ചി ബിരിയാണി അങ്ങോട്ട് വെക്കാണ്. അപ്പോൾ ഇനി അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നിങ്ങളവർക്ക് അതിനെന്താണ് തേങ്ങ അതിനുള്ള ഗൈസ്, ഇതാകുമ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്ക് തേങ്ങ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടല്ലോ, അതെടുത്തുനിന്ന് വായിലിടാൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ കക്കാർച്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി കടുകൊക്കെ പൊട്ടിച്ച് വേപ്പിലയും സവോളയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കക്കാർച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള മസാലകൾ ഇടുക. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തിരി ടേസ്റ്റ് കൂടി കിട്ടാൻ കുറച്ച് തേങ്ങാക്കൊത്തും. അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിൽ അമ്മ അതേ മീൻകറിയൊക്കെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കക്കാർച്ചി ഏകദേശം ഒരു ഒലത്ത് അല്ലെങ്കിൽ ഒരു ഫ്രൈ ആ ഒരു റേഞ്ചിലേക്ക് ആക്കി എടുക്കണം. അപ്പോൾ ഗൈസ്, ദേ നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ അമ്മ അച്ഛനും അനിയനൊക്കെ കഴിച്ചിട്ട് നല്ലതാണെന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് അനിയ സൈഡിൽ നിന്ന് എന്തൊക്കെയോ കമൻറ്റ് അടിക്കുന്നുണ്ട്, തന്നെ ഉണ്ടാക്കി തന്നെ കൊള്ളാമെന്ന് പറയുന്നതെന്നൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പല്ല് കമ്പി വരാനായിട്ട്. ഗൈസ്, ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഇത് എന്തിനാണോ നമ്മുടെ ഓണത്തിൻ്റെ സാധനങ്ങൾ എടുക്കാനായിട്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെ നേരെ കടയിലേക്ക് പോയി. അങ്ങനെ 2 ചാക്ക് സാധനങ്ങളും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാൻ ടാറ്റാ.